ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ല മറ്റാരുടെയെങ്കിലും കോൺടാക്ട്സ് നമ്പർ നഷ്ടപ്പെട്ടാൽ വല്ലാത്തൊരു വിഷമമായിരിക്കും അല്ലേ. എന്നാൽ പലരും അവരുടെ കോൺടാക്ട്സ് നമ്പർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കും എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ തിരിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്തവരായിരിക്കും പലരും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കോൺടാക്ട്സ് നമ്പർ വളരെ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ ലഭിക്കുന്നതാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ടെക്നിക്ക് പരമായും ഡിലീറ്റ് പരമായും എങ്ങനെ റിക്കവറിലും ചെയ്തെടുക്കാൻ ഒരുവിധം അറിയുന്നതായിരിക്കും. കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമ്മുടെ കോൺടാക്ട്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പിന്നെ ഒരാളുടെ കോൺടാക്ട്സ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു കോൺടാക്ട്സ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ഇനി അതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നും തെളിവ് ചെയ്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പിന്നെ ഒരാളുടെ കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു ഡിലീറ്റ് ചെയ്യുന്നു. ഇനി അതിനുശേഷം ഈ ഒരു കോൺടാക്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു അനു എന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ കോൺടാക്ട്സ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയില്ല. സോ ഇനി നമുക്ക് എങ്ങനെ ആ ഒരു കോൺടാക്ട്സ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം നോക്കാം. അതിനുവേണ്ടി മൊബൈൽ സെറ്റിങ്സിൽ പോയി താഴെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഇൻഫോ, ഡാറ്റ ആൻഡ് പ്രൈവസി എന്നെല്ലാം കാണാം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം പീപ്പിൾ ആൻഡ് ഷെയറിങ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം നമ്മുടെ ഓൾ കോൺടാക്ട്സ്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം യൂസ് ആപ്പ് സ്റ്റേ ഓൺ വെബ്. നമുക്കിവിടെ സ്റ്റേ ഓൺ വെബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ മുഴുവൻ കോൺടാക്ട്സ് ആണ് ഇവിടെ. ഇത് എൻ്റെ പുതിയൊരു ഫോണാണ്, അതുകൊണ്ട് ഇത്ര കോൺടാക്ട്സേ ഉള്ളൂ. സോ നമുക്കിവിടെ ആ ഒരു ഡിലീറ്റ് ചെയ്ത കോൺടാക്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല അല്ലേ. സോ ഇനി അതെങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റിൻ്റെ ഒരു ബട്ടൺ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വാവ്, അമേസിങ്. ഞാൻ ഡിലീറ്റ് ചെയ്ത അഭിനു എന്ന ആളുടെ കോൺടാക്ട് നമ്പർ ഈ ഒരു റീസൈക്കിളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെ തിരിച്ചെടുക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക കോൺടാക്റ്റിൽ. അതിനുശേഷം നമുക്കിവിടെ കാണാം ഡിലീറ്റ് ഫോർ എവർ. ഇവിടുന്ന് ഡിലീറ്റ് ഫോർ എവർ കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി അടുത്തത് റിക്കവർ എന്ന് കാണാം. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിലീറ്റ് ചെയ്ത കോൺടാക്റ്റ് നമ്മുടെ മൊബൈൽ കോൺടാക്റ്റിലേക്ക് തിരിച്ചു വരുന്നതാണ്. സോ നമുക്കിനി നമ്മുടെ കോൺടാക്ട്സിൽ ലിസ്റ്റ് പോയി ആ ഒരു ബിനു എന്ന ആളുടെ കോൺടാക്ട്സ് തിരിച്ചു വന്നോന്ന് നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുന്നു. വാവ്, നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത ബിനു എന്ന ആളുടെ കോൺടാക്റ്റ് നമ്മുടെ മൊബൈൽ കോൺടാക്ട്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഡിലീറ്റ് ചെയ്ത കോൺടാക്ട്സ് നമുക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ 30 ഡേയ്സിൻ്റെ മുന്നേ തന്നെ തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ മോർ ദാൻ 30 ഡേയ്സ് വിൽ ബി ഡിലീറ്റ് ഫോർ എവർ. അതായത് 30 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു റീസൈക്കിളിൽ നിന്ന് നിങ്ങളുടെ കോൺടാക്റ്റ് നഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതൊന്നും ശ്രദ്ധിക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.